ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അങ്ങനെ മഹേഷ് വന്നിട്ട് ചന്ദ്രികയോട് പറയുന്നുണ്ട്, ചന്ദ്രിക ഇതുവരെ കഴിഞ്ഞതൊക്കെ മറക്കാം നമുക്ക്. കാരണം അതൊക്കെ ഇന്ത്യയിൽ വെച്ച് കഴിഞ്ഞ കാര്യങ്ങളും നമ്മുടെ പഴയ ജീവിതം ഒക്കെ നമുക്ക് മറക്കാം. ഇനി അങ്ങോട്ട് നമുക്ക് രണ്ടുപേർക്കും മലരുമായിട്ട് പുതിയൊരു ജീവിതം ഈ ശ്രീലങ്കയിൽ വെച്ചിട്ട് തുടങ്ങാം എന്ന് പറഞ്ഞിട്ടാണ് മഹേഷ് പോകുന്നത്. അപ്പം മഹേഷ് പോയതിന് ശേഷം, വാതിലടച്ചതിന് ശേഷം മലര് സങ്കടത്തോടെ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ നീ വീണ്ടും മഹേഷിന് കല്യാണം കഴിക്കാൻ പോവാണോ അമ്മ? അത് കേട്ടത് ചന്ദ്രിക എന്താ പറയണ്ടേന്ന് അറിയാതെ നിൽക്കുകയാണ്. അവൾ മറുപടി ഒന്നും അറിയാത്തപ്പം മലര് വീണ്ടും ചോദിക്കുന്നുണ്ട്, നീ മഹേഷിനെ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ മഹേഷ് സിദ്ധുവിനെ കൊന്നു കളയുന്നല്ലേ പറയുന്നത്? മലര് സങ്കടത്തോടെ ചന്ദ്രികയെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ ചന്ദ്രികയും വിഷമത്തോടെ പറയുന്നുണ്ട്, നമ്മൾ കാരണം സിദ്ധു സാറിന് വിഷമമൊന്നും ബുദ്ധിമുട്ടൊന്നും വരാൻ പാടില്ലടാ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വീണ്ടും മഹേഷിന് കല്യാണം കഴിക്കാൻ പോവാണോ അമ്മ? മലര് ടെൻഷനോടെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ഏയ് ഇല്ലടാ, പക്ഷെ അതിൻ്റെ ഇടയിൽ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണടാ നമുക്ക്. പക്ഷേ അതിന് മുന്നിൽ ഒരു വഴിയും തെളിയുന്നില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ചന്ദ്രയ്ക്ക് അതും വല്ലാത്ത വിഷമം തോന്നുകയാണ്. അതേസമയം നാട്ടിലാണെങ്കിൽ മുത്തശ്ശനും മേഘയ്ക്കും കൂടി ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് മുത്തശ്ശി. ഇഡലിയും സാമ്പാറൊക്കെ കഴിക്കുകയാണ്. ആ സമയത്താണ് ലക്ഷ്മി താഴോട്ടേക്ക് സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ടായിരുന്നത്. വരുമ്പോൾ തന്നെ അവരുടെ കണ്ണൊക്കെ മറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം 2 ദിവസമായി അവർ ഭക്ഷണം കഴിച്ചിട്ട്, അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ തന്നെ അവർക്ക് ബാക്കിയുള്ള ആൾക്കാരെയും കാഴ്ചയൊക്കെ മങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. എങ്ങനെയോ സ്റ്റെപ്പ് ഇറങ്ങി താഴെ എത്തിയിട്ട് കുറച്ചു ദൂരം നടത്തുമ്പോഴേക്കും അവരവിടെ തലകറങ്ങി വീഴുന്നുണ്ട്. ലക്ഷ്മി അവിടെ ബോധം കെട്ട് വീണത് കണ്ടതും മേഘയും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ എഴുന്നേറ്റ് വേഗം ലക്ഷ്മിയുടെ അടുത്തേക്ക് വരികയാണ്. മേഘയാണെങ്കിൽ ഭയത്തോടെ അമ്മയെ വിളിക്കുന്നുണ്ട്. കാരണം അമ്മ ബോധം കെട്ട് വീണിട്ടാണല്ലോ ഉള്ളത്. അമ്മ അമ്മ എഴുന്നേക്കമ്മ. അവർക്ക് ബോധം നഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് മനസ്സിലായപ്പോൾ മുത്തശ്ശിയോട് വെള്ളം എടുക്കാൻ പറയുന്നുണ്ട്, അവരുടെ മുഖത്ത് തട്ടിക്കൊടഞ്ഞ് എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വെള്ളം കുടഞ്ഞിട്ട് ലക്ഷ്മിക്ക് ബോധം തെളിയുമ്പോഴേക്കും ജാനകി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വെള്ളം കുടഞ്ഞപ്പോഴാണ് ലക്ഷ്മിക്ക് ബോധം വന്നത്. അവർ ക്ഷീണത്തോടെ ഇങ്ങനെ എഴുന്നേക്കാണ് മേഘയുടെ മടിയിൽ നിന്ന്. അപ്പോൾ ജാനകിയും ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്താ പറ്റി ചേച്ചി? മേഘയെ ഇങ്ങനെ അമ്മയെന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ പറ്റിയത്? അപ്പോൾ ലക്ഷ്മി മുഖം കൊടുക്കാതെ പറയാണ്, ഒന്നുമില്ല അച്ഛാ, ചെറുതായിട്ട് മയക്കം വന്ന പോലെ തോന്നി. അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അയ്യോ എന്താ മോളെ ചെയ്യുക? 2 ദിവസമായില്ലേ ഭക്ഷണം കഴിക്കാത്തത്, എങ്ങനെയാണ് നിന്റെ ശരീരത്തിന് അത് താങ്ങാൻ പറ്റുക? ലക്ഷ്മി അതിന് മറുപടി ഒന്നും പറയുന്നില്ല. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ചന്ദ്രികയും മലരും ഒരു അപകടവും സംഭവിക്കാതെ തിരിച്ച് ഈ വീട്ടിലേക്ക് തന്നെ വരും. ഒരു കാര്യമില്ലാതെ നീ വെറുതെ നിന്റെ ശരീരത്തിനെ ഇങ്ങനെ പഴിച്ചുകൊണ്ടേ ഇരിക്കല്ലേ മോളെ. എന്നിട്ട് മേഘയോട് പറയുന്നുണ്ട് കുറച്ച് ജ്യൂസ് ഉണ്ടാക്കിയിട്ട് അമ്മയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കാൻ. അപ്പം തന്നെ ലക്ഷ്മി അത് തടയുകയാണ്. അച്ഛാ, ഞാൻ ദൈവത്തിന് മുന്നിൽ വ്രതം എടുത്തിരിക്കുകയാണ്. ചന്ദ്രികയും മലരിനെയും കാണാതെ ഞാൻ ഇനി ഒരു പച്ചവെള്ളം പോലും കുടിക്കില്ല എന്ന്. അത് കേട്ടതും മേഘ വല്ലാതെ ഷോക്കാവുകയാണ്. അതുപോലെ തന്നെ മുത്തശ്ശിയും ജാനകിയും മുത്തശ്ശനും ഒക്കെ. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, അവൾ വന്നതിന് ശേഷം ചന്ദ്രികയുടെ കൈ കൊണ്ടല്ലാതെ വേറൊരു ഭക്ഷണവും ഞാൻ കഴിക്കില്ല എന്ന് ഞാൻ വ്രതം എടുത്തിരിക്കുകയാണ്. മേഘക്ക് അമ്മയുടെ ആ തീരുമാനം കേട്ടതും വല്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു ചന്ദ്രികയുടെ അടുത്ത്. അതേസമയം മുത്തശ്ശിക്കും നല്ല സംശയം തോന്നുന്നുണ്ട്, ജാനകിക്കും ദേഷ്യം തോന്നുകയാണ്. പക്ഷേ മുത്തശ്ശൻ പറയുന്നുണ്ട്, ചന്ദ്രികയ്ക്ക് വേണ്ടിയിട്ട് നീ ഇത്രയും വലിയൊരു ത്യാഗം ചെയ്ത് വ്രതം എടുക്കുന്നത് കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട്. പക്ഷേ മറ്റൊരു വശത്തിൽ കൂടെ ചിന്തിച്ച വല്ലാത്ത സങ്കടം തോന്നുകയാണ്. കാരണം ചന്ദ്രിക ഈ വീട്ടിൽ ജോലിക്ക് വന്ന ഒരാളാണ്. പക്ഷേ ഇപ്പോൾ ഈ വീട്ടിലെല്ലാവർക്കും അവൾ നമ്മുടെ സ്വന്തം മകളെ പോലെയാണ്. നിന്റെ ഈ കഠിനമായിട്ടുള്ള വ്രതവും അതുപോലെ തന്നെ നിന്റെ ഈ ത്യാഗവും ഒരിക്കലും ദൈവം കണ്ടില്ല എന്ന് നടിക്കില്ല മോളെ. ചന്ദ്രികയെയും മലരിനെയും തീർച്ചയായും ദൈവങ്ങൾ നിന്റെ അടുത്ത് തന്നെ കൊണ്ടെത്തിക്കും. അത് കേട്ടതും ജാനകിക്ക് വല്ലാത്ത ദേഷ്യം തോന്നുകയാണ്, തിരിച്ച് വീണ്ടും ചന്ദ്രിക ഇങ്ങോട്ട് തന്നെ വരുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. അതുപോലെ മുത്തശ്ശിക്കും വല്ലാത്തൊരു സംശയവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ മേഘയോട് മുത്തശ്ശൻ പറയുന്നുണ്ട്, മോളെ അമ്മയെ റൂമിൽ കൊണ്ടാക്ക്, റെസ്റ്റ് എടുക്കട്ടെ. മേഘ ലക്ഷ്മിയെ ചേർത്ത് പിടിച്ചിട്ട് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ലക്ഷ്മി മുകളിലേക്ക് പോകുന്ന സമയത്ത് മുത്തശ്ശി ചിന്തിക്കുന്നുണ്ട്, ലക്ഷ്മി എന്തിനു വേണ്ടിയായിരിക്കും ചന്ദ്രികയും മലരും തിരിച്ചു വരണം എന്നുള്ളൊരു കാരണത്തിന് വേണ്ടി ഇങ്ങനെ വ്രതം എടുക്കുന്നത്? ഇനി ഒരുപക്ഷെ ചന്ദ്രികയാണ് അവളുടെ മകൾ എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമോ? നടക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല സംശയം തോന്നുന്നുണ്ട്. ഒരു വേലക്കാരിക്ക് വേണ്ടിയിട്ട് ആരും ഇങ്ങനെ വ്രതമൊന്നും എടുക്കില്ല. ശരി, എന്താ നടക്കുന്നതെന്ന് നോക്കാം. അതേസമയം ശ്രീലങ്കയിലാണെങ്കിൽ ചന്ദ്രികയെ കൊണ്ടാക്കിയ വീട്ടിൽ വെച്ചിട്ട് പുറത്തിരുന്നിട്ട് മദ്യപിക്കുകയാണ് മഹേഷും അതേപോലെ തന്നെ അവൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ആ വഷളനായിട്ടുള്ള ദിലീപും. അപ്പോൾ അവർ രണ്ടുപേരും മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹേഷ് നന്ദി പറയുന്നുണ്ട് ദിലീപിനോട്. ദിലീപ്, നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം എന്ന് വെച്ചാൽ നീ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു കാരണവശാൽ എനിക്ക് ചന്ദ്രികയും മലരിനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാനോ ഇങ്ങനെ ഒരു രഹസ്യമായ സ്ഥലത്ത് പാർപ്പിക്കാനോ ഒന്നും സാധിക്കില്ലായിരുന്നു.
കാരണം ഇന്ത്യയിൽ ഞാൻ അവളെ എവിടെ ഒളിപ്പിച്ചു വെച്ചാലും ആ മഹേന്ദ്രനും സിദ്ധാർത്ഥും വന്നിട്ട് എന്നെ അടിച്ച് പണിയാക്കിയിട്ട് ചന്ദ്രികയും മലരനെയും കടത്തിക്കൊണ്ടുപോകും. എന്നാ ഇവിടെ എത്തിയ സമയത്ത് എനിക്ക് വല്ലാത്തൊരു സുരക്ഷിതത്വ ബോധം തോന്നുകയാണ്. കാരണം നീ എനിക്ക് അത്രമാത്രം ഹെൽപ്പും ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരു ചെറിയൊരു സഹായം കൂടെ ചെയ്യണം. അപ്പോൾ ദിലീപ് സ്നേഹത്തോട് ചോദിക്കുകയാണ്, എന്താണ് സഹായം പറ. അത് ഞാൻ ഈ നാട്ടിലെ നിയമം വെച്ച് ചന്ദ്രികയെ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ദിലീപ് സംശയത്തോട് ചോദിക്കുകയാണ്, അതിന് ചന്ദ്രിക നിൻ്റെ ഭാര്യയല്ലേ, മലര് നിൻ്റെ കുട്ടിയല്ലേ, പിന്നെ എന്തിനാ വീണ്ടും കല്യാണം കഴിക്കുന്നത്? അപ്പോൾ മദ്യപിച്ചുകൊണ്ട് തന്നെ മഹേഷ് പറയുന്നുണ്ട്, അതിന് ഇന്ത്യയിൽ വെച്ചിട്ട് ചന്ദ്രിക എന്നെ ഡൈവോഴ്സ് ചെയ്തതാണ്. അത് ദിലീപിന് പുതിയൊരു അറിവായിരുന്നു. അവനിങ്ങനെ കൗശലത്തോടു കൂടി മഹേഷിനെ തന്നെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, ഇന്ത്യയിൽ നിൽക്കുന്നിടത്തോളം കാലം ഞാനും ചന്ദ്രികയും ഭാര്യയും ഭർത്താവും അല്ല. അതുമാത്രമല്ല, ആ ചന്ദ്രിക ആ സിദ്ധാർത്ഥിനെയാണ് പ്രണയിക്കുന്നത്. അവനെ കല്യാണം കഴിക്കണമെന്ന് അവൾ ആഗ്രഹിക്കുന്നത്. അത് നടക്കാതിരിക്കണമെങ്കിൽ ചന്ദ്രികയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയിട്ട് അവളെ എൻ്റെ ഭാര്യയാക്കണം. അതിനുശേഷം സിദ്ധാർത്ഥിനെ കൊണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല അല്ലേ? അപ്പോൾ അതൊക്കെ ദിലീപിന് പുതിയ പുതിയ അറിവുകളായിരുന്നു. കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം ദിലീപ് പറയുന്നുണ്ട്, നീ വിഷമിക്കൊന്നും വേണ്ട, നീ ചന്ദ്രികയെ കല്യാണം കഴിച്ചോ, അതിനുവേണ്ട നല്ല സഹായവും ഞാൻ ചെയ്തു തരാം. അങ്ങനെയാണെങ്കിൽ എനിക്കെന്തെങ്കിലും ഒരു ജോലിയും കൂടെ ശരിയാക്കി തടാ. അതിനും ദിലീപ് പറയുന്നുണ്ട്, അതൊന്നും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ലടാ, എൻ്റെ മുതലാളിയോട് പറഞ്ഞിട്ട് ഇവിടെ തന്നെ ടൂറിസം വകുപ്പിൽ നിനക്ക് ഞാനൊരു ജോലിയും ശരിയാക്കി തരാം. അത് കേട്ടത് മഹേഷിന് ഒത്തിരി സന്തോഷമാവുകയാണ്. കാരണം ഇനിയൊരു പുതിയ ജീവിതത്തിലേക്ക് പോവുകയാണെന്ന് തോന്നുന്നുണ്ട് മഹേഷിന്. അതേസമയം പുതിയൊരു പ്ലാൻ തയ്യാറാക്കുകയാണ് ദിലീപ് അവിടെ ഇരുന്നിട്ട് കൗശലത്തോടു കൂടി മദ്യപിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, സിഗരറ്റൊക്കെ വലിച്ചിട്ട്. ആ സമയത്ത് മലര് റൂമിൽ കിടന്നുറങ്ങുകയാണ്. ചന്ദ്രികയാണെങ്കിൽ സങ്കടത്തോടു കൂടി അവളുടെ കാൽച്ചോട്ടിൽ അവിടെ ബെഡിൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് ചന്ദ്രിക സിദ്ധാർത്ഥിനെ കുറിച്ചും നാട്ടിലാണെങ്കിൽ സിദ്ധാർത്ഥ് ചന്ദ്രികയെക്കുറിച്ചും തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നല്ലൊരു മെലഡി ആയിട്ടുള്ള സോങ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ആ സമയത്തൊക്കെ സിദ്ധാർത്ഥ് ചിന്തിക്കുന്നത് അവൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് ചന്ദ്രിക കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഗിഫ്റ്റും അങ്ങനെ ചന്ദ്രികയും അവരും തമ്മിലുണ്ടായിരുന്ന നല്ല നല്ല മുഹൂർത്തങ്ങളൊക്കെ ആലോചിച്ചിട്ട് സിദ്ധാർത്ഥിൻ്റെ കണ്ണ് നിറയുകയാണ്. ആകാശത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ചന്ദ്രനിൽ പോലും ചന്ദ്രികയുടെ മുഖം തന്നെയാണ് സിദ്ധാർത്ഥ് കാണുന്നത്. അതേസമയം തന്നെ ചന്ദ്രികയും കരഞ്ഞുകൊണ്ട് സിദ്ധുവിനെ കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത്. കാരണം അവന് താൻ കാരണം ആപത്തിൽപ്പെട്ട ആ ഒരു കാര്യം തന്നെയാണ് ചന്ദ്രികയുടെ മനസ്സിൽ അവസാനമായിട്ട് നിൽക്കുന്നത്. സിദ്ധാർത്ഥ് രക്ഷപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണല്ലോ ഇപ്പോഴും ചന്ദ്രിക ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവസാനം അവിടെ വെച്ച് അവനെ കണ്ടതും അവൻ ബോധമില്ലാതെ കിടക്കുന്ന സമയത്ത് അവൻ്റെ കൈവിരലെല്ലാം മോതിരം അണിയിച്ചതൊക്കെയാണ് ചന്ദ്രികയുടെ മനസ്സിലേക്ക് വരുന്നത്. ആ സമയം തന്നെ സിദ്ധാർത്ഥ് അവൻ്റെ കൈവിരലിൽ കിടക്കുന്ന ചന്ദ്രിക അണിഞ്ഞു കൊടുത്ത മോതിരം നോക്കുകയാണ്. എന്നിട്ട് അവൻ ചിന്തിക്കുന്നുണ്ട്, ചന്ദ്രിക, മഹേഷ് എന്നെ ഒന്നും ചെയ്യരുതെന്ന് വിചാരിച്ചിട്ടാണ് നിൻ്റെ മനസ്സിലുണ്ടായിരുന്ന പ്രണയത്തെ മറച്ചു വെച്ച് നീ എന്നോട് മുഖത്ത് നോക്കി പറഞ്ഞത് ഞാൻ നിന്നെ പ്രണയിക്കുന്നില്ല എന്ന്. പക്ഷേ ഈ മോതിരം നോക്കും തോറും ജീവിതാവസാനം വരെ നീ എന്നെ മറക്കില്ല എന്നുള്ളത് എന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ മോതിരം തന്നെ നോക്കിക്കൊണ്ടിരിക്കുക സിദ്ധുവിൻ്റെ കണ്ണ് നിറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അവൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, നിൻ്റെ മനസ്സിൽ നിന്ന് എന്നെയും എൻ്റെ മനസ്സിൽ നിന്ന് നിന്നെയും മഹേഷിനെ കൊണ്ട് പിരിക്കാൻ സാധിക്കില്ല. നീ ധൈര്യമായിട്ടിരിക്കുക ചന്ദ്രികെ, നിന്നെയും മലരിനെയും ഞാൻ എങ്ങനെയെങ്കിലും മഹേഷിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തും. സിദ്ധു കരഞ്ഞുകൊണ്ട് ചിന്തിക്കുകയാണ്. പിന്നെയും ഒരുപാട് നേരം രണ്ടുപേരും പരസ്പരം അവരെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ദിക്കിലായിട്ട് മലരിനെ ചേർത്ത് പിടിച്ച് കിടക്കുകയാണ് ചന്ദ്രിക. ആ സമയത്ത് മലർ ഉറക്കം ഞെട്ടി എഴുന്നേറ്റിട്ട് ചന്ദ്രികയോട് പറയുന്നുണ്ട്, അമ്മ എനിക്ക് ബാത്റൂമിൽ പോകണം അമ്മ. ശരി മോൾ ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് ജനലിന് പോയിട്ട് തട്ടുകയാണ്. ആരെങ്കിലും പുറത്തുണ്ടോ? ഒന്ന് വാതിൽ തുറക്കാൻ പറ്റുമോ? മലറിന് ബാത്റൂമിൽ പോകണമെന്ന് പറയുന്നോ? അങ്ങനെ വീണ്ടും വീണ്ടും അവൾ കതകിൽ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഹേഷാണെങ്കിൽ കുറച്ചുകൂടി അധികം കള്ള് കുടിച്ചത് കൊണ്ട് തന്നെ കുറച്ച് ബോധം കുറഞ്ഞിട്ടാണുള്ളത്. അപ്പോൾ ദിലീപാണ് ആദ്യം കേൾക്കുന്നത്. ദിലീപ് പറയുന്നുണ്ട്, ചന്ദ്രിക വാതിലിന് തട്ടുന്നുണ്ടെന്ന് തോന്നുന്നു മഹേഷ്, എന്താ വേണ്ടതെന്ന് പോയി ചോദിക്ക്. ശരി, ഞാൻ പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് മഹേഷ് റൂമിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ജനലാണ് ആദ്യം തുറക്കുന്നത്. എന്താ വേണ്ടേ ചോദിക്കുമ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, മലരിന് ബാത്റൂമിൽ പോകണമെന്ന്. ശരി, ഞാൻ വാതിൽ തുറന്നു തരാമെന്ന് പറഞ്ഞിട്ട് മഹേഷ് വേഗം തന്നെ വാതിൽ തുറന്നു കൊടുക്കുകയാണ്. എന്നിട്ട് അവൻ തന്നെ അവർ രണ്ടുപേരെയും കൂട്ടിയിട്ട് പുറത്ത് ബാത്റൂമിലേക്ക് പോകുന്നുണ്ട്. ദിലീപിൻ്റെ അടുത്ത് കൂടിയാണ് മലരിനെയും കൂട്ടിയിട്ട് ചന്ദ്രിക ബാത്റൂമിലേക്ക് പോകുന്നത്. ആ സമയത്തൊക്കെ ദിലീപ് ചന്ദ്രിക ഒരു വഷളം നോട്ടം നോക്കുകയാണ്. അതൊന്നും മഹേഷ് കാണുന്നുകൂടി ഇല്ല. ബാത്റൂമിൽ പോയിട്ട് മലര് തിരിച്ചു വന്ന സമയത്ത് ചന്ദ്രികയോട് മഹേഷ് പറയുന്നുണ്ട്, എന്താ ഇത്ര നേരമായിട്ട് രണ്ടുപേരും ഡ്രസ്സൊന്നും മാറ്റാത്തത്? റൂമിൻ്റെ ഉള്ളിൽ കയറിക്കോ. അങ്ങനെ റൂമിലേക്ക് കയറാൻ വേണ്ടി പോയ ചന്ദ്രികയുടെ കയ്യിൽ മഹേഷ് കടന്നു പിടിക്കുകയാണ്. അപ്പം ചന്ദ്രിക ഞെട്ടിയിട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ മഹേഷ് പറയാണ്, നോക്ക് ചന്ദ്രിക, ഇന്നേക്ക് 2 ദിവസം കൊണ്ട് എനിക്കും നിനക്കും കല്യാണമാണ്. ചന്ദ്രിക ദേഷ്യത്തോടെ കൈ കുടഞ്ഞു മാറ്റുകയാണ്, മഹേഷ് പിടിച്ചിട്ടുണ്ടായിരുന്ന കൈ. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, എല്ലാ ഏർപ്പാടും എൻ്റെ ഫ്രണ്ട് ചെയ്യും. ചന്ദ്രിക ഒന്നും പറയാതെ ദേഷ്യത്തോടെ നിൽക്കുന്ന സമയത്ത് മഹേഷ് പറയുന്നുണ്ട്, നമുക്ക് രണ്ടുപേർക്കും കല്യാണം കഴിയുന്നത് വരെ ആ സിദ്ധാർത്ഥ് എൻ്റെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടാവും. നീ കല്യാണത്തിന് സമ്മതിച്ചിട്ടില്ലെങ്കിൽ ഒരു കാരണമില്ലാതെ ആ സിദ്ധാർത്ഥ് ചത്തുപോവും, മനസ്സിലായോ?
ചന്ദ്രിക വെറുപ്പോടെ മഹേഷിനെ നോക്കിയിട്ട് മുറിയിലേക്ക് കയറുകയാണ്. മഹേഷ് ആണെങ്കിൽ വാതിൽ അടച്ചിട്ട് വീണ്ടും മദ്യപിക്കാൻ വേണ്ടി പോയി. രണ്ടുപേരും വീണ്ടും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുകയാണ്. പക്ഷെ ദിലീപ് അവിടെ ശരിക്കൊരു കൗശലം കാണിക്കുന്നുണ്ടായിരുന്നു. മഹേഷിൻ്റെ ഗ്ലാസ് കാലിയാകുന്നേരം മഹേഷിന് ഗ്ലാസ് നിറച്ചും മദ്യം ഒഴിച്ചു കൊടുക്കുകയും അതേസമയം ദിലീപ് കുറച്ചേ ഒഴിക്കുന്നുള്ളൂ. മാത്രമല്ല അവനത് സിപ്പ് ചെയ്താണ് കുടിക്കുന്നത്. മഹേഷ് ആണെങ്കിലും മദ്യം വലിച്ച് കുടിച്ച് മഹേഷ് ശരിക്കും ബോധമില്ലാത്ത അവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി തന്നെയാണ് ദിലീപും കാത്തിരുന്നത്. കുറേ മദ്യപിച്ചതിന് ശേഷം മഹേഷ് അവിടെ ബോധമില്ലാതെ കിടക്കുകയാണ്. ആ സമയം നോക്കിയിട്ട് ദിലീപ് വേഗം ചന്ദ്രിക കിടന്ന മുറിയിലേക്ക് പോകുന്നുണ്ട്. അവിടെ എത്തിയിട്ട് ആ ജനൽ തുറന്നു നോക്കുന്ന സമയത്ത് ചന്ദ്രിക മലരിനെയും ചേർത്ത് പിടിച്ചിട്ട് അവളും മയങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം തന്നെ തിരിച്ചു വന്നിട്ട് ദിലീപ് മഹേഷിൻ്റെ പോക്കറ്റിൽ നിന്നും ആ റൂമിൻ്റെ ചാവി എടുക്കുകയാണ്. എന്നിട്ട് വേഗം പോയിട്ട് ചന്ദ്രിക കിടക്കുന്ന റൂം തുറന്നു. എന്നിട്ട് ചന്ദ്രികയും മലരും കിടക്കുന്ന ആ ഒരു ബെഡിലേക്ക് കയറുകയാണ്. ആ സമയത്തൊന്നും ചന്ദ്രിക അറിയുന്നുണ്ടായിരുന്നില്ല. അവസാനം ചന്ദ്രികയുടെ കൈയുടെ മുകളിൽ ദിലീപ് കൈവച്ച സമയത്ത് ചന്ദ്രിക ഞെട്ടി എണീക്കുകയാണ്. ചന്ദ്രിക ശരിക്കും ഭയന്നു പോയിട്ടുണ്ടായിരുന്നു. അവൾ ഞെട്ടി എഴുന്നേറ്റിട്ട് മലരിനെയും ദിലീപിനെയും മാറി മാറി നോക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.